ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. നമ്മളിന്ന് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ചിക്കൻ കഴുകിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി, ആവശ്യത്തിന് തക്കാളി, ഒരു വലിയ തക്കാളിയായിട്ട് ഞാൻ ചേർത്തേക്കുന്നത്, അതിട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്തെടുക്കാം കേട്ടോ. അത് ചതച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കറിക്ക്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കട്ടത്തൈര് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടത്തൈര് 1-2 സ്പൂൺ ചേർക്കാം. ഞാനിവിടെ കട്ടത്തൈര് ഇല്ലായിരുന്നു കേട്ടോ, ലൂസാണ്. അപ്പോൾ 1-2 സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. തൈരില്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് ചേർക്കാം. കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എളുപ്പത്തിന് കേട്ടോ. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ചേർക്കാം. അതിലേക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ചേർക്കാം കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 2 സവാളയായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത്, 2 സവാള കൂടി ചേർത്തെടുക്കാം. എന്താണ് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമാണ്. ഈ കൂടെ സുഖം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കുരുമുളകും ചേർക്കുന്നുണ്ട്, പെരുംജീരകവും ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ കറിയിൽ ചിക്കൻ മസാല ചേർക്കുന്നില്ല കേട്ടോ. അതിന് പകരമായിട്ട് നമ്മൾ പെരുംജീരകവും കറുവപ്പട്ടയിലേക്ക് ചേർക്കുന്നത്. വരട്ടെ കേട്ടോ. ഇനി അതിലേക്കുള്ള ആവശ്യമുള്ള പൊടികളാണ് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, പിന്നെ ഗരം മസാല. ഇത്രയും പൊടികൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയൊക്കെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു മണം വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട്. പൊടികളായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട്. ഇനി
അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം അടിച്ച് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ രാവിലത്തെ പുട്ടായിരുന്നു കേട്ടോ രാവിലെ ഉണ്ടാക്കി. അപ്പോൾ അതിന് വേണ്ടി ചാറ് വേണമല്ലോ, അപ്പോൾ കുറച്ച് ഗ്രേവി വേണമല്ലോ, കുറച്ച് ചാറ് വേണം. അപ്പോൾ അത് ഞാൻ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തിക്കായിട്ട് വേണമെങ്കിൽ വെള്ളം ചേർക്കണ്ട കേട്ടോ. അതിൽ ചിക്കനിൽ വെള്ളം ഉണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ എനിക്ക് ഇച്ചിരി ചാറ് വേണമായിരുന്നു, അപ്പോൾ ഞാനത് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അതാ നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു 3 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. അതാ നമ്മുടെ ചിക്കൻ കറിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. നമ്മുടെ വീഡിയോ കാണാത്ത കൂട്ടുകാരാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും നമ്മൾ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു. അസ്സലാമലൈക്കും. നല്ല രസമുണ്ട് അടുക്കളയിൽ കിട്ടാനായിട്ട്.